അപ്പം മനസ്സിലായി ഇത് കരുതിയ പോലെ ഒന്നല്ല സംഭവം. അവിടെ ആ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയിട്ടുണ്ടാവുക. പഠിക്കാനുള്ള ബുക്കുകളൊക്കെ എടുത്ത് മേലെ ഒരു ബർത്ത് ഉണ്ട്, അതിന്റെ മേലേക്ക് ഫസ്റ്റ് കിട്ടി. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ എത്ര ഉണ്ട് വളക്ക് ഉണ്ട്, എന്തൊക്കെ പറ്റി, ആർക്ക് ജീവനുണ്ട് ഒന്നും അറിയില്ല. ഫുൾ എ പ്ലസ് നേടി എനിക്ക് അത്ര വലിയ ഉറപ്പുന്നുണ്ട്. കാരണം അത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, നൈറ്റ് കുറെ ഇരുന്ന് പഠിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കണം ചെയ്യുന്ന ആഗ്രഹം. പിന്നെ എനിക്ക് ഉമ്മച്ചിനെ വിട്ടിക്കാൻ ഭയങ്കര മടിയാണ്. ചിലപ്പോൾ കൂടെ ഇരിക്കും, ചില സമയത്ത് ഉമ്മച്ചിക്ക് വയ്ക്കില്ലെങ്കിലും ഉമ്മച്ചി കഴിഞ്ഞ രീതി നമ്മളെ അലാറൊക്കെ വെച്ച് എണീപ്പിക്കാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത് അലീഫയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവളെ ആദ്യത്തിൽ ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, അപ്പോൾ അവസാനത്തിലും ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. സൈക്കോട്ടിനടുത്ത ഒരു സൈഡിൽ പതിച്ച് എഴുതിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ബയോളജി ബുക്ക് ഫുള്ള് മലയാളമാണ് ഇപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഗേറ്റ് ഒന്നും പൂട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള പോയി കളിക്കുക. ഡെയിലി ഇറങ്ങുക, 3 മണി to 6 മണി വരെ നിർത്താതെ കളി കഴിഞ്ഞാൽ പുഴയിൽ പോയി ചാടുക. അത് എനിക്ക് വീട്ടിൽ പോവുക. ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യാം. നമ്മുടെ ടീച്ചറിന്റെ ബാക്കിലുള്ളതുപോലെ ടാലന്റ് അല്ല അല്ലേ? ടാലന്റ് അല്ല, ഹാർഡ് വർക്കാണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആദിലാണ്. +1 റൂബി ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ എത്ര ദിവസമായിട്ടുണ്ടാവും അതിൽ വന്നിട്ട്? 2 ആഴ്ച. കറക്റ്റ് 2 ആഴ്ച. എണ്ണി കുത്തിരിക്കുക ഒന്നുണ്ട് അല്ലേ? 2 ആഴ്ചയാണ് അതിൽ വന്നിട്ടുള്ളത്. അതിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഏകദേശം അടുത്തൊരു മാസത്തേക്ക് 1 വർഷം തികയാണ്. വയനാട് ദുരന്തം, ചൂരൽമല ഭാഗവുമായി ബന്ധപ്പെട്ട ദുരന്തം TV ടെലിവിഷനിലൂടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു അല്ലേ, GBHSS എന്ന് പറയുന്ന സ്കൂൾ. ആ സ്കൂൾ, ചൂരൽമലയിലെ ആ സ്കൂളിൽ പഠിച്ച സ്റ്റുഡൻ്റാണ് നമ്മുടെ ആദിലാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഓക്കെ ആദിൽ, വലിയൊരു ദുരന്തത്തിൻ്റെ ഓർമ്മകളുണ്ട് അല്ലേ? കൂടെ പഠിച്ചവരും പഠിപ്പിച്ചവരും അയൽവക്കക്കാരും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ ചേർന്ന് പഠിക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ നമ്മൾ ആ ഇവൻറ്റിൽ വെച്ചാണ് കാണുന്നത് അല്ലേ, വയനാട്ടിൽ നടന്ന A+ ഇവൻറ്റ്. ഇത്രയും ദുരന്തം പേറിയ ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ദുരന്തമുഖത്തുനിന്ന് A+ൻ്റെ നിറവിലേക്ക് വരുന്ന സമയത്ത് വലിയ സന്തോഷം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു A+ സാധ്യമാക്കിയത് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞത്. A+ സാധ്യമാക്കാൻ ഒരു നിസ്സാര കാര്യമുണ്ട്. കാരണം ഞങ്ങൾക്ക് മിനിമം ഒരു 1.5 മാസത്തിൻ്റെ ക്ലാസ് പോയി. അപ്പോൾ അത്രയും പോർഷൻസ് ഞങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നത്. ഏകദേശം ഏത് മാസമായിരുന്നു ആ ക്ലാസ് പോയി എന്ന് പറഞ്ഞത്? ഓഗസ്റ്റ് ഫുള്ളും പോയി. ഓഗസ്റ്റ് 30 ദിവസം ഞങ്ങൾ ക്ലാസ് ഉണ്ട്. പിന്നെ സെപ്റ്റംബർ 5 6 ആണ് എൻ്റെ ഓർമ്മയിൽ അത് വീണ്ടും റീഓപ്പൺ ചെയ്ത്. അത് മേപ്പാടിയുള്ള സ്കൂള് ഏകദേശം 2 ബിൽഡിങ് ഞങ്ങൾക്ക് തന്ന്. അവിടെ ഒരു ക്ലാസ് റൂം, ക്ലാസ് തന്നെ 10 A B ഉണ്ടായത്. അവിടെ ഒറ്റ ക്ലാസ്സാണ് അവിടെ ഉണ്ടായത്. 10 A വേറെയും 10 B വേറെയും. പിന്നെ അത് അങ്ങനെ അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ 10 A B ഒറ്റ ക്ലാസ്സിലാക്കി അവിടെ എടുക്കുക ചെയ്തത്. വളരെയേറെ സങ്കടമുണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോഴും. എന്നാലും കൂടെയുള്ളവരൊക്കെ ക്ലാസ്സിൽ പഠിച്ച എത്ര പേര് മരണപ്പെട്ടു ആ ഒരു ദുരന്തത്തിൽ? ഏകദേശം എൻ്റെ കൃത്യമായിട്ട് ഓർമ്മ വേണ്ടില്ല, ഏകദേശം 7 to 12 ആൾക്കാർ. അതിൻ്റെ ഇടയിലാണ് അവിടെ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ മാത്രം പോയി. ആകെ A യും B യും കൂട്ടി 64 കുട്ടികളുണ്ടായാലും അതിൽ 12 ആൾക്കാരും മരണപ്പെട്ടു. ഏകദേശം 12 ആൾക്കാരും മരണപ്പെട്ടു പോയി. അതിൽ നേരത്തെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ അല്ലേ, 2 or 3 ബെസ്റ്റ് ഫ്രണ്ട്സ്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തും പഠനത്തിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം എന്തായിരുന്നു? ആ സമയത്ത് സ്പെഷ്യലി നമുക്കൊരു വികാരമല്ല. കാരണം അത്രയും അടുത്ത് തൊട്ട് രാവിലെ അവിടുത്തെ അവസ്ഥ എന്ത് ചോദിച്ച് മെസ്സേജ് അയച്ച് ഓനിക്ക് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ എനിക്കായിരിക്കും പ്രശ്നം പറഞ്ഞ ആളെ പിറ്റേന്ന് അന്ന് രാത്രി കഴിച്ചും വിളിച്ചിട്ട് കിട്ടാതായത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ വിളിച്ചു നോക്കുമ്പോൾ അടുത്തുള്ളവർ വിളിച്ചു നോക്കുന്നത് അവർക്കൊന്നും വലിയ കുഴപ്പമില്ല, ഏകദേശം കുഴപ്പമില്ല. ചില ആൾക്കാരെ വിളിച്ചപ്പോൾ ഒരു കോൾ എടുക്കില്ല. അപ്പോൾ പിന്നെ ആകെ ടെൻഷൻ, കാരണം ഇനി ഓർക്ക് എന്തെങ്കിലും പറ്റിയെന്ന്. പിന്നെ രാവിലെയാണ് അറിയണേ ആ ഭാഗത്ത്, ആ സ്കൂളിൻ്റെ ഭാഗത്തുള്ള കുറേ പേര് മരണപ്പെട്ടിരിക്കുന്നതെന്ന്. അത് പറഞ്ഞപ്പോൾ മോൻ്റെ വീടിൻ്റെ സ്ഥലത്ത് എങ്ങനെയായിരുന്നു? ഈ ഒരു ദുരന്തം ബാധിച്ച സ്ഥലമാണോ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ എങ്ങനെയായിരുന്നു മോൻ്റെ ഒരു വീടും പരിസരമൊക്കെ ഉള്ളത്? ചൂരൽമല വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു എഫക്റ്റ് കൊണ്ട് സ്ഥലമാണ് സ്കൂൾ റോഡാണ്. പക്ഷേ എൻ്റെ വീട് സ്കൂൾ റോഡ് ഭാഗത്തല്ല, പകരം ന്യൂ വില്ലേജ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വില്ലേജ് റോഡ് ഭാഗമാണ്. അവിടെ എല്ലാ സ്ഥലത്തേക്കും ആയിട്ടില്ലെങ്കിലും ഒരു തോട് കൊണ്ട് ആ ഭാഗത്ത് മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, TV-ലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ തോട് അല്ലേ. ഏകദേശം അവിടെ ആ ഭാഗത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയിട്ടുണ്ടാവുക എൻ്റെ ഓർമ്മയിൽ. എൻ്റെ ഫാമിലിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ട്, കാരണം ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ടിനുള്ളിൽ നിന്നാണ് 3ാമത്തെ ബോഡി ചുരുണ്ട് വിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടത്. അങ്ങനത്തെ ഒരു അവസരത്തിൽ നിന്ന് വന്നു. വാശി ഉണ്ടായിരുന്നോ പഠിക്കണം കിട്ടണം എന്നുള്ളതൊക്കെ? വാശി ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ആഗ്രഹം ആദ്യം തൊട്ട് ഫുൾ A+ അടിച്ച് എങ്ങനെയെങ്കിലും സർജൻ അല്ലെങ്കിൽ ആൻറ്റിഗ്രാം ചെയ്യണേ. ഈ 2 എനിക്ക് നേടണം ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടൊക്കെ.
അതിന് കുറേ പ്രയത്നിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ദുരന്തം ദുരന്തം വന്നത്. എല്ലാം തകർന്ന് മാനസികമായൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന കുറേ പേരുകൾ ഉണ്ടാവൂലേ നമ്മളെങ്ങനെ താങ്ങി നിർത്തിയതിന് താങ്ക്സ് പറയേണ്ട ആളുകൾ? അവരായിട്ടൊക്കെ ആരൊക്കെയാണ് കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്? പ്രത്യേകിച്ച് എൻ്റെ ഉമ്മച്ചി ഇപ്പച്ചി ഓരോ രണ്ടുപേരും എങ്ങനെയും മാറ്റിക്കണം. അത്രയും താഴ്ന്ന സമയത്ത് എൻ്റെ ഉമ്മച്ചി ഇപ്പച്ചി എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. പിന്നെ പഠിത്തത്തിന് കാര്യം നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ്മാർ മോർണിംഗ് 8:30 തുടങ്ങിയിട്ട് 7 മണി 7 തുടങ്ങി രാത്രി 8:00 വരെ ഞങ്ങൾക്ക് ക്ലാസ് ചെയ്യുന്നു അവിടെ. അതിനിടയ്ക്ക് റിവിഷനും പോർഷൻ കംപ്ലീറ്റിങ്ങും അങ്ങനെ എല്ലാം ആ ടൈമിലായിരുന്നു. ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടായിരുന്നു? ട്യൂഷന് അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ട്യൂഷനും കാര്യങ്ങൾക്കൊന്നും കാര്യമായിട്ട് പോയിട്ടില്ല. സർക്കാർ തരുന്ന ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ച് മിടുക്കോട് കൂടി ഫുൾ A+ വാങ്ങി അല്ലേ? ഫുൾ A+ കിട്ടിയപ്പം എന്തായിരുന്നു അവസ്ഥ? വളരെയധികം സന്തോഷം എടുത്തു. കാരണം ഞാൻ ഫുൾ A+ നേടി എനിക്ക് അത്ര വലിയ ഉറപ്പ് തന്നെ. കാരണം അത്രയും പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം, നൈറ്റ് കുറേ ഇരുന്ന് പഠിക്കണം, അവിടെ സ്കൂളിൽ ക്ലാസ്. അപ്പോൾ ഒന്നാമത് വീക്ക് ആയിരുന്നു. എസ്പെഷ്യലി ഇമ്മച്ചി എന്നെ കുറേ സഹായിച്ചു. കാരണം രാവിലെ എണീക്കണമെങ്കിലും രാത്രി കിടന്നുറങ്ങണമെങ്കിലും ചിലപ്പോൾ കൂടെ ഇരിക്കും. ചില സമയത്ത് ഇമ്മച്ചിക്ക് വയ്ക്കില്ലെങ്കിലും ഇമ്മച്ചി കഴിഞ്ഞ രീതി നമ്മളെ അലാറൊക്കെ വെച്ച് എണീപ്പിക്കാൻ കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റിസൾട്ട് ഉമ്മച്ചിക്കും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ കൂട്ടുകാരന്മാർക്കും ഒക്കെ ഉള്ളതാണ് ഈ റിസൾട്ടിൻ്റെ മധുരം എന്ന് പറഞ്ഞത് അല്ലേ? അവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? നേരത്തെ സർജൻ ആവണം എന്നായിരുന്നു കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇഷ്ടപ്പെടാണ്ടായിരുന്ന കാരണമൊക്കെ? എനിക്ക് ഒരു മിനിമം ഒരു 6ാം ക്ലാസ് വരെ എനിക്ക് വലിയതായിട്ട് തന്നെ ഡോക്ടറാണ്. അത് ഏത് സ്പെസിഫിക് വേണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല. ചെറുപ്പത്തിൽ ചെറുതായിട്ട് ഡോക്ടറാവാൻ ആഗ്രഹമില്ല. അപ്പോഴാണ് ഇമ്മച്ചിക്ക് ഇങ്ങനെ ആൻറ്റിഗ്രാം ചെയ്യണ ആൾക്കാരുമായി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സർജന് അതൊക്കെ ക്രിറ്റിക്കൽ സമയത്ത് നമ്മൾ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന സംഭവം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നുകയില്ലേ? അതായത് മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. എമർജൻസി മെഡിസിൻ ആണെങ്കിലും ജനറൽ സർജൻ അല്ലെങ്കിൽ സർജറി കാര്യങ്ങളിലൊക്കെ അതാണ് ഇഷ്ടം. അതിൻ്റെ പിറകിലാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്ന സ്വപ്നം ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? ഫിസിക്സും മാത്സും നല്ല ഇഷ്ടമുള്ള ഫിസിക്സും മാത്സും. ഓക്കെ. അപ്പോൾ ഞാൻ വെറുതെ ചോദിക്കുന്നതാണ്, മോൻ്റെ ആദിലിൻ്റെ ഒരു വിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഫിസിക്സും മാത്സും ഇഷ്ടമുള്ള ഒരാൾ മെഡിക്കലിലേക്ക് വരണോ? ഫിസിക്സും മാത്സും ഇഷ്ടമുള്ള മെഡിക്കലിലേക്ക് വരുന്നതിനെക്കാട്ടും ഒരു രസം ഒരു ഫിസിസിസ്റ്റ് അഥവാ അതിൻ്റെ വിഷയം എടുത്ത് പഠിക്കലേക്ക് രസം. +1 കഴിയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം 10 കഴിഞ്ഞ് ഇവിടെ +1 വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഫിസിക്സ് കെമിസ്ട്രി കരുതിയ ആളല്ല. 10 വരെ ഉള്ളതല്ല ഫിസിക്സ് കെമിസ്ട്രി. ആ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്ത് വന്നത്. അതായത് ഫിസിക്സും കെമിസ്ട്രിയും അല്ലെങ്കിൽ ഫിസിക്സും മാത്സും നല്ല ഇഷ്ടമുള്ള ഒരാൾ എടുക്കേണ്ടത് തന്നെയാണ് നീറ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ MBBSയിലേക്കുള്ള പഠനം എന്ന് പറഞ്ഞത്. നമ്മൾ ശരിക്കും കോമ്പറ്റിറ്റീവ് മാത്തമെറ്റിക്സ് ആണ് കൈകാര്യം ചെയ്തത്. ശരിക്കും നല്ല മാത്തമെറ്റീഷ്യനാണ് നല്ല ഫിസിക്സിസ്റ്റ് ആവാൻ പറ്റുള്ളൂ, നല്ല ഫിസിക്സ് അറിയുന്ന ആളാവാൻ പറ്റുള്ളൂ അല്ലേ? ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ പഴയ ഫിസിക്സും ഇപ്പോഴത്തെ ഫിസിക്സും തമ്മിൽ എങ്ങനെയാ? 10 ഫിസിക്സ് തന്നെ നമുക്കൊരു പോർഷൻ ചെറിയൊരു ഭാഗത്ത് കാരണം 2 ഇക്വേഷൻസ് അത് കഴിഞ്ഞു. പക്ഷെ ഇവിടെ വന്ന് അങ്ങനെ അത് ആ ഒരു ചെറിയ ഭാഗം ഒരു പാഠം ഫുൾ. അപ്പോൾ അത്രയും പോർഷൻസിൽ ഇക്വേഷൻ വന്ന് ചില പാടിൽ 35 ഇക്വേഷൻ അടുത്ത് വരുന്നുണ്ട്. ഞാൻ സീനിയേഴ്സൊക്കെ എപ്പോഴും ഇങ്ങനെ വർത്തമാനം ഒരു പറഞ്ഞേ. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായി ഇത് നമ്മൾ കരുതിയ വിഷയമല്ല ഫിസിക്സ്. അതിനുള്ളിൽ കിടക്കുന്നത് അത്രയും ഹൈ ലെവലാണെന്ന്. ഇഷ്ടപ്പെട്ട വിഷയം ചോദിച്ച സ്ഥിതിക്ക് ഏറ്റവും ടഫായിട്ടുള്ള അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയം ഏതായിരുന്നു? വെറുതെ ചുമ്മാ ചോദിക്കുന്ന കേട്ടോ. ഏറ്റവും ടഫ് എന്ന് ചോദിക്കാൻ എനിക്ക് ഏറ്റവും ടഫ് ആദ്യം സോഷ്യലായിരുന്നു. കാരണം അതിൻ്റെ ഏഴ്സും അതിൽ നടന്ന ഇവൻസും പഠിക്കാൻ എനിക്ക് ആദ്യം 9ാം ക്ലാസ് ഒരു വലിയ കുഴപ്പമില്ല. അത് ഹിസ്റ്ററി ജോഗ്രഫി തിരിച്ചപ്പോൾ അത് എനിക്ക് ഭയങ്കര ടഫാണ്. പിന്നെ ബയോളജി പിന്നെ ടഫായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോഴും കുറച്ച് ബയോളജി ടഫാണ്. കാരണം പുതിയ വേർഡ്സ് ആണ് എനിക്ക്. മലയാളം മീഡിയം ആയിരുന്നു അല്ലേ? മലയാളം മീഡിയത്തിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, മലയാളം മീഡിയത്തിൽ നിന്നാണ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ഡോപ്പയിലേക്കുള്ളൊരു പ്രവേശം? അത് 10ാം ക്ലാസ് റിസൾട്ട് കഴിഞ്ഞ് ഞാൻ അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്കൂള് ഇൻ്റഗ്രേറ്റ് വന്നിട്ടില്ല. പിന്നെ എനിക്ക് പോകണം അവിടെ പിണങ്ങോട് കണ്ടിട്ട് സ്കൂളാണ്. പക്ഷേ പിണങ്ങോട് സ്കൂളിനൊരു സ്പെഷ്യാലിറ്റി കാരണം അവിടെ നോർമൽ കുട്ടികൾക്ക് കിട്ടില്ല. ഫുൾ A+ മേടിച്ചാലും അവിടെ കിട്ടൂല. കാരണം അവിടെ 10 പഠിച്ച കുട്ടികൾക്ക് ഫുൾ A+ കിട്ടിയ അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെയാണ് നമ്മൾ എനിക്ക് ആ താല്പര്യം. പിന്നെ മുട്ടിലാണ് വേറെ സ്ഥലത്ത് അവിടെ പോകണം ഭയങ്കര ഇല്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നത്. ഇവിടെ ഡോപ്പേന്ന് ചന്ദ്രികൻ്റെ പ്രോഗ്രാമിലല്ലേ? ചന്ദ്രികൻ്റെ പ്രോഗ്രാമിൻ്റെ. പിന്നെ ഇവന്നും വന്നിന്. പിന്നെ ഡോക്ടർ JP ക്ലാസ്സസ് ഉണ്ട് ക്ലാസ്സിന് വന്നിന്. പക്ഷെ അത് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒരു റിസൾട്ടിങ് ബെറ്ററും പിന്നെ അതൊക്കെ നോക്കി എനിക്ക് ഇവിടെ ബെറ്ററായി തോന്നി.
ഞാൻ ജസ്റ്റ് ഇവിടെ ചൂസ് ചെയ്ത് ഇവിടെ വന്നു. ചന്ദ്രികയുടെ ഒരു വിക്ടറി ഇവന്റിൽ നമ്മൾ വന്ന് കാണുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെ അഡ്മിഷനൊക്കെ എടുത്തു, പഠനങ്ങളൊക്കെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എങ്ങനെയുണ്ട്? കുറേ കുട്ടികൾ പഠിച്ച സ്കൂളിൽ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ബെറ്റർ, ഐ മീൻ ഫസ്റ്റിലുള്ള ഒരു കുട്ടിയാണ്, കുറച്ച് കുട്ടികളുടെ കൂട്ടത്തിലുള്ള ആളാണ് അല്ലേ? ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറേ ആളുകൾ നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികളെ കണ്ടപ്പോൾ എങ്ങനെ ആ ഒരു കാലം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്നിങ്ങോട്ട് എത്രയോ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊരു കുറേ പേരുണ്ട്. എന്നാൽ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ വരുമ്പോൾ അത്യാവശ്യം നോർമലി ഒരു മിഡിലിൻ്റെ മേൽക്കുണ്ടായിരുന്നു ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ മിഡിലിൻ്റെ താഴെയാണ് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെയുള്ള ഇംഗ്ലീഷ് അത്ര ഇവർ ഭയങ്കര ഇംഗ്ലീഷായിട്ട് ഭയങ്കര ഇതുണ്ട്. പക്ഷെ എനിക്ക് ആ ഒരു ബോണ്ട് കിട്ടണം. ചില വേർഡ് ചില ക്വസ്റ്റ്യൻസിന് എനിക്ക് ചിലതായി മനസ്സിലാണ്. ഇവർ സാറ് എൻ്റെ മാത്സ് പ്രൂവ് ദാറ്റിന് പകരം വേറെ എന്തൊരു വേർഡ് പറഞ്ഞു എനിക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ട്. പിന്നെ അവിടെ കൂടുതൽ ചെക്കന്മാരത്തൊക്കെ ചോദിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ്, അപ്പോഴാണ് ഇതാണ് ഇതിൻ്റെ ഷോ ദാറ്റ് അല്ലെങ്കിൽ പ്രൂവ് ദാറ്റാണ് ആ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഞാനിപ്പോൾ ആലോചിച്ച് പോകുന്നത് അലീഫയായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അലീഫ നമ്മുടെ ടോപ്പറാണല്ലോ, 548 മാർക്ക്. അലീഫേൻ്റെ പ്രത്യേകത എന്താ അറിയോ? അലീഫ മലയാളം മീഡിയത്തിൽ നിന്ന് വന്ന ആളാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് അലീഫ. അലീഫ ഇതുപോലെ നീ വരുന്നത് പോലെ എനിക്ക് ആദ്യത്തിൽ ഇൻ്റർവ്യൂ എടുത്ത ഞാൻ അവളെ ആദ്യത്തിൽ ഇതുപോലെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്, അപ്പോൾ അവസാനത്തിലും ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഓർത്തു വെക്കാൻ കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ പെങ്ങളായതുകൊണ്ട്. അപ്പം ഇതേ കാര്യമാണ് അവളും ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബയോളജി ബുക്ക് എടുത്താൽ നോക്കി ബയോളജി ക്ലാസ്സിൽ സൈഡ് ഫുള്ളും മലയാളം. സ്പോർട്സിന്റെ രക്താക്കൾ എന്തോ സിദ്ധാണ്ട് അങ്ങനെ അതുവരെ ഞാൻ സൈക്കോട്ടിന് അടുത്ത ഒരു സൈഡിൽ വലിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ബയോളജി ബുക്ക് ഫുള്ള് മലയാളമാണ് ഇപ്പോൾ ഉണ്ടാവുക. അതങ്ങനെ തന്നെ പോവാ, തുടർന്ന് പോവാ കേട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല, തുടർന്ന് പോവാ. അങ്ങനത്തെ ഒരാൾ ഇപ്പം അടുത്ത കൊല്ലം മെഡിക്കൽ കോളേജിൽ, അടുത്ത കൊല്ലമല്ല ഈ വർഷം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ നിൽക്കുന്നത്. നമ്മുടെ നേരെ +2 കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാ മലയാളം പഠിക്കുന്ന. നമ്മുടെ ഒരു ഞാൻ പറഞ്ഞപ്പോൾ പറയാം, അതിൻ്റെ ഒരു സുഖം എന്താ വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി ഭയങ്കരമായിരിക്കും. നമ്മൾ മലയാളത്തിൽ പഠിക്കുമ്പോൾ നമുക്കൊരു സാധനത്തിനെ കൺവേർട്ട് ചെയ്യൊന്നും വേണ്ട. അതിൻ്റെ ആശയം ലോജിക് ഭയങ്കര ഓക്കെ ആയിരിക്കും നമുക്ക്. ലോജിക്കലി ഓക്കെ. പിന്നെ OMR ക്വസ്റ്റ്യൻസിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് മനസ്സിലായി ഇതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേര് ഇപ്പോൾ ബസീരിയോ പറഞ്ഞാൽ നമുക്ക് ഓർമ്മ ബസീരിയോ മൈറ്റ്സ് അത് ഇതായിട്ട് ബന്ധമുണ്ട്. അപ്പം നമുക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ ഏത് മെഡിക്കൽ കോളേജിലേക്ക് എത്തണം എന്നാണ് സ്വപ്നം? കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ? എയിംസ് ഒന്നുമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കണം തന്നെയാണ് ആഗ്രഹം. പിന്നെ എനിക്ക് ഉമ്മച്ചിനെ വിട്ടിക്കാൻ ഭയങ്കര മടിയാണ്. ഹോം സിക്നെസ് തന്നെ അത്രയും എക്സ്ട്രീം. ഇപ്പോൾ ഇവിടെ വന്ന് 2 ആഴ്ച ഇപ്പോഴും പിന്നെ വീട്ടിൽ കൊണ്ടുപോകാന്ന് ഞാൻ ചോദിക്കണം. എനിക്ക് ഉമ്മച്ചില്ലാതെ പറ്റില്ല. നിർത്തിപ്പോയാലോ നമ്മള്? നിർത്തിപ്പോയാലും പക്ഷെ അപ്പോൾ നമ്മുടെ കരിയർ, കാരണം ഇതുകൊണ്ട് നമ്മൾ കരിയർ എത്ര അതിനോട് പറയിപ്പിക്കാൻ തന്നെ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതല്ലേ, ആന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇപ്പൊ ഇന്ന് എക്സാം ഉണ്ട് അല്ലേ? ഇല്ല, 4 മണിക്ക് ഫസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി അല്ലേ? ഓക്കെ, പഠിച്ചു, നന്നായി പ്രിപ്പയർ ചെയ്തു? ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വരുമാനം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മച്ചി പറഞ്ഞ് ഫസ്റ്റ് എക്സാം ആണ്, എന്തായാലും ഇംഗ്ലീഷ് മീഡിയത്തിന് ഇംഗ്ലീഷ് മീഡിയം പോയപ്പോൾ എന്തായാലും എൻ്റെ ഒരു ടഫ് ഉണ്ടാവും, എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ എന്തായാലും 2-3 മാസം എന്തായാലും എൻ്റെ ബോഡിയിലും എൻ്റെ ലാംഗ്വേജിലും എന്തായാലും എനിക്ക് മാറ്റം വരും. അത് ഉമ്മച്ചിക്ക് ഉറപ്പുണ്ട്, അത് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഉമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറായിട്ട് മാറും. എന്താ പിന്നെ വയനാട്ടുകാരോട് അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ബാക്കി പത്രം എന്നൊക്കെ നല്ല മലയാളത്തിൽ പറയുമ്പോഴും ശേഷിപ്പായിട്ട് നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അല്ലേ? ഫ്രണ്ട്സായിട്ടും ഒക്കെ ഉണ്ട്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഫ്രണ്ട്സിനോട് പറയാനേ, നിങ്ങൾ ഓരോ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുക, പിന്നെ വേണ്ടാത്ത കൂട്ടുകാർക്ക് പോകാതെ. തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യാം. നമ്മുടെ ടീച്ചറിൻ്റെ ബാക്കിലുള്ളതുപോലെ ടാലൻ്റ് അല്ല അല്ലേ? ടാലൻ്റ് അല്ല, ഹാർഡ് വർക്കാണ്. ഫാമിലി എല്ലാവരും ഇത് കാണുന്നുണ്ടാവും. കുറേ ഉമ്മച്ചിയാണ് ഹീറോ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറേ പ്രാവശ്യം എടുത്ത് പറഞ്ഞത് ഉമ്മച്ചിയാണ് അല്ലേ? ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഫാമിലിയിൽ ആരും വന്നു, കാരണം ഞങ്ങളെ വീടിന് ചുറ്റും തന്നെയാണ് ഏകദേശം എല്ലാവരും. അപ്പോൾ വരുന്ന മുമ്പ് ഇമ്മമ്മനെ തൊട്ട് ദിവസം രാവിലെ തന്നെ ഞങ്ങളെ മേപ്പാടി ടൗണിലേക്ക് മാറ്റി. പിന്നെ അതുകൊണ്ട് കഴിച്ചില്ല. നിങ്ങൾ ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഏകദേശം എത്ര മണിക്കായിരുന്നു അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു? കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു ഫാമിലി പറഞ്ഞാൽ ഉമ്മച്ചിൻ്റെ മൂത്താപ്പ്, ഞങ്ങള്, പിന്നെ അമ്മായിൻ്റെ അവർക്ക് ഏകദേശം ഒരു സെയിം സറൗണ്ടിങ്സിലുള്ളത്. അപ്പോൾ മൂത്താപ്പിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും. പാലം എന്ന് പറഞ്ഞാൽ റോഡ് ക്രോസ് ഭയങ്കര റിസ്ക് ആണ്. പാലം ജസ്റ്റ് നല്ല മഴ തന്നെയായിരുന്നു. ആദ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പാലത്തിന് മേലേക്ക് വെള്ളം കയറും, നോർമലി ഇറങ്ങിപ്പോ അതൊന്നും വലിയ ഡെയിലി ഉണ്ടാവില്ല. അപ്പൊ അത് വലിയ ഇഷ്യൂ അല്ല. അങ്ങനെ ഒരു നേരത്തെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ തന്നെ അവിടുത്തെ കാക്കന് നിർബന്ധം കൊണ്ട് മാത്രം അവൻ വീട്ടിൽ വന്ന്. അപ്പോൾ അവരെല്ലാവരും അന്ന് വീട്ടിൽ ഞങ്ങൾ മൂത്താപ്പൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഒരു പുഴേൻ്റെ അടുത്ത്, പുഴേൻ്റെ അടുത്ത് വേറെ ഫാമിലി ഉണ്ട്, അമ്മായിൻ്റെ മക്കൾ വേറെ ഉണ്ട്. ഓര് വിളിച്ചിട്ട് രാത്രി ഒരു 12 ഭയങ്കര മഴയാണ്, നല്ല മഴയാണ്.
അപ്പോൾ അവർ വിളിച്ചിട്ടാണ് പുഴയിൽ നല്ല വെള്ളമുണ്ട്, ഇന്നലെ രാത്രി കണ്ടുപോലെയല്ല നല്ല വെള്ളമുണ്ട്, എന്തോ പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പോൾ മൂത്താപ്പ വേഗം എണിച്ച് വാതിലൊക്കെ വന്ന് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. എനിക്ക് ഒരു ജസ്റ്റ് ആദ്യത്തിന് പേടിയാണ് 2018 പുത്തുമല പൊട്ടിയപ്പോഴേ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം പേടി. അന്ന് നമ്മുടെ പ്രദേശത്താണോ, അടുത്താണോ? അത് ടൗൺ മാപ്പ് ചൂരമലയായിട്ട് ബന്ധമില്ല, കുറച്ച് അപ്പുറത്ത്. പക്ഷെ അവിടെ വെള്ളം സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ ബേക്കോട്ട് വെള്ളം കയറും. അപ്പൊ ആ വെള്ളം അടിച്ചു കയറുക നമ്മളെ വീട്ടിക്ക്, ചൂരമല ടൗൺ ആ പ്രദേശത്ത് വെള്ളം തിരിച്ചു കയറുക. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടായപ്പോ എനിക്ക് ഭയങ്കര പേടി. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെ നടക്കുവോ, അതൊരു ഭയങ്കര പേടി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോ ഞങ്ങൾ 2ാമത്തെ നിലയിൽ കുടുങ്ങി പോവുക ചെയ്തേ. അത് 2ാമത്തെ മേലെ കുടുങ്ങിയിട്ട് വേറെ കുറെ കാക്കന്മാരൊക്കെ വന്ന് ഏണിയൊക്കെ ചെന്ന മേലെ നടന്ന് അങ്ങനെ രക്ഷപ്പെടുക ചെയ്തു. അത് വരുമോ പേടി. അപ്പൊ തന്നെ ഞാൻ ഫസ്റ്റ് എന്തിട്ട് പഠിക്കാനുള്ള ബുക്കുകളൊക്കെ എടുത്തു. അത് മേലെ ബർത്ത് ഉണ്ട്, അതിന്റെ മേലേക്ക് ഫസ്റ്റ് ഇട്ട്. പിന്നെ കുറച്ച് പൊതുപ്പുകളൊക്കെ ഉണ്ട്. എനിക്കൊരു പേടി. എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഇത് നോർമലാണ്. എല്ലാരും പറയുന്നതാ എന്തോ നടക്കാണ്ട്. കാരണം വയനാട്ട് എവിടെ ലീവില്ല. പക്ഷെ ഞങ്ങൾക്ക് മാത്രം പ്രാദേശിക ലീവ് സ്കൂളിന് ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ തന്നെ എല്ലാവർക്കും എന്തോ ഒരു പേടി തോന്നി. അപ്പൊ വേഗം പൊതുപ്പൊക്കെ എടുത്ത് മേലക്കാക്കി വെച്ച് ബുക്കും 2-3 ഫയൽസ് മേലിട്ട് വെച്ചതിനും ഒരു സൗണ്ട് തന്നെ കിട്ടി. കറക്റ്റ് കല്ല് കുരുണ്ടോടെ സൗണ്ടും ചെറിയ ചെറിയ സ്പാർക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ 2 കല്ല് നമ്മൾ തട്ടി കൊണ്ടുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ട്. ആ വെളിച്ച് നമുക്ക് ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. വീട് ചെറിയ സ്ലോപ്പ്, പിന്നെ കുറച്ച് ഹൈലാണ് വീട്ടിലുള്ളത്. താഴെ നോർമലി വെള്ളം ഉണ്ട്. അത് നോർമലായിട്ട് കയറും, പിന്നാണ് കുറച്ച് ഇറങ്ങി പിന്നെ അത് നോർമലി മിനിമം ഒരു 5 സെക്കൻഡ്സ് എടുത്തിട്ടുണ്ട്. 5 to 10 സെക്കൻഡ് അതിന്റെ ഉള്ളിൽ വീട്ടിനുള്ളിൽ എത്തി വെള്ളം. അത്രയും വീട്ടും താഴ്ന്നുള്ള വെള്ളം എത്തി. മൂത്താ പെണ്ണ് ഓടിക്കോ പറഞ്ഞു. എന്നാ ഡോറൊന്ന് ക്ലോസ് ഒന്നും ചെയ്യാൻ സമയമല്ല നമ്മൾ ഓടുക. എന്നാ ഞാൻ ഇറങ്ങിയപ്പോ എന്റെ ഇത്ര ഉണ്ട് വെള്ളം. അതിന് പുറത്തേക്ക് ഇറങ്ങിയ സമയം എന്റെ അരണ്ടായി. പിന്നെ ഒരു 2 സെക്കൻഡ് ഇത്രയായി വെള്ളം. പിന്നെ അത് കൂടെ ഓടി മിച്ച പ്രാവശ്യം താഴെ വീണ്, വെള്ളത്തിൽ വീണ്, ക്രിസ്റ്റന്ന് വീണ് തെണീച്ച് അവണ്ണ ഓടി. പിന്നെ പുറത്ത് വെച്ച് ഗ്യാസും കുറ്റിക്കൊണ്ട് വീട്ടിൽ പോയി നോക്കുമ്പോൾ സിറ്റോട്ടിന് പുറത്തേക്കണ് അവണ്ണെല്ലാം കറങ്ങിയുള്ളു. വീട്ടിനുള്ളിൽ 2 പ്രാവശ്യം കറങ്ങി തോന്നുന്നു. കാരണം വെള്ളം വന്ന തോട്ടിൽ ഞങ്ങൾക്ക് ഉരുളുകൂട്ടി കാണാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് എഫക്ട് ചെയ്യില്ല. പക്ഷെ സ്പീഡിൽ പോയപ്പോ ആ തിരിച്ച് ഫോഴ്സില് ഡോറൊക്കെ കുറെ ഡോറൊക്കെ ബേക്കത്തെ ഡോറൊക്കെ പൊട്ടി. ഒരു മണിക്കൂറിനടുത്ത് ഞങ്ങൾ അവിടെ നിന്നിട്ടില്ല. അപ്പത്തി 2ാമത്തെ പൊട്ടി. അതിട്ടിപ്പോ എല്ലാവർക്കും ഭയങ്കര പേടി. 1 hour ആയിരുന്നു 1 hour 2 hour അതിന്റെ അത്രയും എടുത്ത് ഞാൻ ഫ്രണ്ട്സിന്റെ ഒക്കെ വിളിച്ച് ഇങ്ങനെ വിവരങ്ങൾ ഓരോന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 2ാമത് പൊട്ടി. അപ്പൊ ഞങ്ങൾ വീണ്ടും അവണ്ണ് മേലേക്ക് ഓടി. അവണ്ണും കുറച്ചുകൂടി മേലേക്കുള്ള ഐസ് പൊസിഷൻ ഞങ്ങൾക്ക് ഓടി. അപ്പൊ എല്ലാവർക്കും പേടിയായി, ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഇതിലായിട്ട് ഞങ്ങൾ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. 2018 വെച്ച് നോക്കുമ്പോൾ ഇത്ര ഒരു പേടിയായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. വെള്ളം കയറി നിൽക്കാൻ നിങ്ങളെ മുകളിലേക്ക് മാറി. ഞങ്ങൾ അങ്ങനെ വെള്ളം കയറിയിട്ട് പക്ഷെ ഉരുള് പൊട്ടി സൗണ്ട് ഇപ്പൊ എല്ലാവരും പേടിച്ചിട്ട് ഓടുക ചെയ്തത്. മൂപ്പര് അവിടെ തന്നെ നിന്ന്, മൂപ്പർക്കൊന്നും പറ്റിയിട്ടില്ല. താഴെ നല്ല ഫോഴ്സിൽ പോവുക ചെയ്തത് 2ാം പ്രാവശ്യം പൊട്ടിയത്. നമുക്ക് പേടി കാണാം. ഇത്രയും പെട്ടി എവിടെ എന്തൊക്കെ പറ്റി, ആർക്ക് ജീവനുണ്ട് ഒന്നും അറിയില്ല. രാവിലെ ആവാൻ കാത്തുക. ഇപ്പൊ വെച്ച് നോക്കാം നമ്മൾ ഫോണിൽ കൊണ്ട് ഒരു ദിവസം നമുക്ക് പോകണം അറിയില്ല. കാരണം പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വൈകുന്നേരമായോ, ഇത്രയും പെട്ടെന്ന് 4 മണിയായോ നമ്മൾ കരുതുക. പക്ഷെ അവിടെ അങ്ങനെയല്ല. ഞങ്ങൾ ഒരു ഉച്ചക്ക് 1 മണി തൊട്ടിട്ട് 6 മണിക്ക് എടുക്കും. ഞങ്ങൾക്ക് 2 ആഴ്ച അവിടെ നിന്നുപോയി തോന്നുന്നത്. നമ്മൾ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഫോൺ തുറന്ന് നോക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. വീണ്ടും നോക്കും 5 മിനിറ്റ് കഴിഞ്ഞുള്ളൂ. അത്രയും സ്ലോയിലാണ് ടൈം കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഫ്രണ്ട്സിനെ വിളിക്കുക, കുറേ എണ്ണം എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ വേറെ ടെൻഷനാണ് അത് കൂടെ. ഇപ്പിച്ച് അവിടെ നിൽക്കണം. 42 കൊല്ലത്ത് അവിടെ നിന്ന് നാടിന് ഒറ്റയടിക്ക് വീട്ടുകാർക്ക് വിട്ടല്ലേ. എനിക്കേ പറ്റുന്നില്ല അവിടെ വിട്ടുതരാൻ. നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നോ? ഞാൻ ക്യാമ്പൊക്കെ വരും. കാരണം ഉമ്മച്ചിന് വീട്ടിൽ നിൽക്കാനാ പോയത്. ഞങ്ങൾ ക്യാമ്പ് പ്രിഫർ ചെയ്ത് ഉമ്മച്ചിന് വീട്ടിൽ നിന്നു. രാവിലെ ആയി താഴെ പോയപ്പോൾ കാക്കണ 2 കാറുണ്ട്. അതായത് ബാറ്ററി മാറ്റി അങ്ങോട്ട് ബാറ്ററി ഇങ്ങോട്ടിട്ട് കുറെ കത്തിച്ച് അങ്ങനത്തെയൊക്കെ കാട്ടി വണ്ടി സ്റ്റാർട്ടാക്കി. പിന്നെ അവരുടെ വണ്ടി എടുത്ത് ഞങ്ങൾ മേലെ കയറണം. കുറച്ച് ഹൈ റീജിയൻ കയറിയപ്പോഴാണ് കാണുന്നത് എങ്ങനെയാണ് പൊട്ടിയതെന്ന്. നോക്കുമ്പോ അവിടെ നിന്ന് പുഴയും തോടുന്നു കാണുന്നത്, തരിശു ഭൂമി പോലെ. അപ്പൊ മനസ്സിലായി ഇത് കരുതിയ പോലെ ഒന്നല്ല സംഭവം. ഒരു 1-1.5 മാസം മുന്നേ വീട് തപ്പിട്ടാണ് വാടകയ്ക്ക് നിൽക്കണം. അങ്ങനെ കുറെ തപ്പി നടക്കുന്നു. ഞാൻ അതിന്റെ മുന്നേ ചൂരൽമലയിൽ ആ ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയിൽ വന്ന സമയത്തൊക്കെ 900 ആ ഭാഗത്തൊക്കെ വന്ന സമയത്ത് വളരെ നിങ്ങളെ സ്കൂളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള അല്ലേ, അടിപൊളി ഒരു ഭൂപ്രവിശ്യ അല്ലെങ്കിൽ ഒരു സ്ഥലം, മുന്നിലൂടെ ഇങ്ങനെ തോടൊഴുകുന്നു അല്ലേ. സ്കൂളാണ് അതെ എൻ്റെ ഒരു പ്രിഫറൻസിൽ പറയുമ്പോൾ സ്കൂൾ അങ്ങനെ വേണം എൻ്റെ. കാരണം അടുത്ത് പുഴയിലെ സ്കൂള് അത് വേറെയാണ്.
ഡെയിലി 3 മണിയാകുമ്പോൾ നമ്മൾ കളിക്കാറുണ്ട്. 6 ഗണ്ടിയിലും ഒരു 3 മണി സൺഡേ ആയാലും പിന്നെ കളിയാണ് മസ്റ്റ്. 3 മണിയിൽ എല്ലാവരും വിളി തുടങ്ങും കളിക്കാറുണ്ട്. സ്കൂളുകൾ ഗേറ്റ് ഒന്നും പൂട്ടില്ല, നമുക്ക് ഇഷ്ടമുള്ള പോയി കളിക്കുക അങ്ങനെയൊക്കെ. തോട് ചെറിയ പുഴ, ആ പുഴയിൽ കൂടെ പൊട്ടിപ്പോയത്. ഡെയിലി ഇറങ്ങുക, 3 മണി to 6 മണി വരെ നിർത്താതെ കളി കഴിഞ്ഞാൽ പുഴയിൽ പോയി ചാടുക, അത് ഞങ്ങൾക്ക് വീട്ടിൽ പോവുക. എന്ത് രസം. അപ്പൊ ആ ഒരു മൊമെന്റ് അത്രയും ഞങ്ങൾക്ക് വെറുതെ ടൈം പാസ് പോലെ. പക്ഷെ മേപ്പാടി ടൗണിക്ക് മാറിയതിന് ശേഷം അത് പിന്നെ ഇല്ലാത്തൊരു ഫീൽ പറ്റുന്നില്ല. കാരണം അത്രയും ചെക്കന്മാരിപ്പോ എപ്പോഴും പുഴ ചാടാനും വീട്ടിൽ പോയിരിക്കുക അങ്ങനെ ആയിട്ട് പെട്ടെന്ന് ചെക്കന്മാരില്ലാത്ത ഒരു എൻ്റെ വീട്ടിൽ പോയി നോക്കുക, അവിടെ നെയ്ബേഴ്സ് ഒക്കെ കുറവാണ്. അത്ര ആയി വന്നേ ഉള്ളൂ പുതിയ നെയ്ബേഴ്സ് കൊണ്ട്. അങ്ങനെ തന്നെ ഇപ്പൊ ആ ഗ്രൗണ്ടും സാധനങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ. ഇപ്പൊ അവിടെ ഗ്രൗണ്ടേ ഇല്ല, ചെറിയ നീരുകളുണ്ട്. അതിപ്പോ ഒരു വീണ്ടും ജയിച്ചിട്ട് മാറി നോർമൽ പുഴയൊക്കെ നോക്കുന്നുണ്ടല്ലേ, അത്ര ആവൂല. അവിടെ ഇങ്ങനെ വീടില്ലാത്തവരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോഴും ദുരന്തം പേറുന്നവരുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ പടവെട്ടിക്കുന്ന് എന്നാൽ അവിടെ സ്കൂളോട് അവിടെ റോഡിൽ കൂടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി. അവിടെ മുണ്ടക്കൈയും ഏറ്റവും മേലെ ടോപ്പുള്ളവർക്ക് വീണ്ടും അവിടെ തന്നെ പോയി നിൽക്കണം. അവർക്ക് വീട് പാസ്സാക്കി കൊടുക്കില്ല എങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണം. അവസാനം പാസ്സായി കിട്ടി വീട്. ഡോപ്പ മിടുക്കനായി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നമ്മുടെ നാടിനും സമൂഹത്തിനും നാട്ടുകാർക്കും കുടുംബത്തിനും നേരത്തെ പറഞ്ഞ ഉമ്മ ഉപ്പ അവർക്കൊക്കെ മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെയൊക്കെ സ്വപ്നം പൂവണിക്കുന്ന ഒരു വലിയ നല്ല റിസൾട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ. താങ്ക് യു.